ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നുണ്ടല്ലോ, ഇന്ന് നമ്മൾ പെട്രോൾ പമ്പിൽ വന്നതാണ്. അപ്പോൾ പെട്രോൾ പമ്പിൽ വന്നിട്ട് നമ്മൾ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് വണ്ടി കയറ്റി. അപ്പോൾ ഉണ്ടായൊരു സംഭവം ഞാൻ പറഞ്ഞു കേട്ടോ. ഇതിപ്പോൾ കണ്ടോ, ഇതിപ്പോൾ നമ്മളിതിൻ്റെ ഡിജിറ്റലിൻ്റെ മീറ്ററില്ലേ, പെട്രോളിൻ്റെ ഡിജിറ്റൽ മീറ്ററാണിത്. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി എം ടി ടാങ്ക് ആയിരുന്നത്. എം ടി ടാങ്കുള്ള ടൈമിൽ നമ്മൾ പെട്രോൾ അടിച്ചാണ്. ഇപ്പോൾ 2 കട്ട കയറിയുള്ളൂ. 50 റിയാലിൻ്റെ പെട്രോൾ പറയുമ്പോൾ 25 ലിറ്റർ പെട്രോൾ അടിച്ചിട്ട് അത് കയറിയിരിക്കുന്നത് 2 കട്ടയാണ്. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഫുൾ ടാങ്ക് പെട്രോൾ വരുന്ന സാധനമാണ്. ഇത് എന്തെങ്ങനെ വരാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഇപ്പോൾ നമ്മൾ വണ്ടി ഒന്ന് റണ്ണിങ് ആയി, അതല്ലാന്നുണ്ടെങ്കിൽ വണ്ടി ഓഫ് ചെയ്ത് ഓണാക്കി കഴിഞ്ഞാൽ ഫുള്ള് എൻ്റെ മീറ്റർ ഫുള്ള് കയറും. അതെന്തായാലും സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കറക്റ്റ് എൻ്റെ ഡീറ്റെയിൽ പറഞ്ഞു കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടല്ലോ, വണ്ടി ഓഫിൽ നിർത്തിയിട്ട് പെട്രോൾ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം വരില്ല. നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് ലീഡിൽ അറിയാൻ പറ്റും. പെട്രോളിൻ്റെ ഡിജിറ്റൽ മീറ്റർ ആണെങ്കിൽ പോലും കറക്റ്റ് വർക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും സംഭവം അടിച്ചത് 25 ലിറ്റർ അടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇതിൽ കയറിയിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. അതല്ലാതെ നമ്മൾ റണ്ണിങ്ങിൽ നിർത്തിയിട്ട് നമ്മൾ പെട്രോൾ അടിക്കുമ്പോൾ ഓൾറെഡി ടാങ്കിൻ്റെ ഉള്ളിലൊരു പ്രഷറുണ്ട്. പെട്രോൾ എം ടി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിനുള്ളിലൊരു ഗ്യാസ് ഉണ്ടല്ലോ. ഈ പെട്രോൾ എന്ന് പറയുമ്പോൾ സംഭവം ഗ്യാസ് ആണല്ലോ. ഈ ഹൈ പ്രഷറിൽ നിൽക്കുമ്പോൾ ഇതിൻ്റെ ഈ ഒരു ഫ്ലോട്ട് വാൾവ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ചെറിയൊരു വാൾവ് ഉണ്ട് ഇതിനകത്ത്. അത് പെട്രോൾ ഫില്ല് ചെയ്യുമ്പോൾ പൊന്തി വരണം, എങ്കിലും ഡിജിറ്റൽ മീറ്ററിൽ കറക്റ്റ് വർക്ക് ചെയ്യുള്ളൂ. അത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗ്യാസ് ഹൈ പ്രഷർ അതിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഇത് വർക്ക് ചെയ്യാത്തത്. അപ്പോൾ നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ഡൗൺ ആകും. അപ്പോൾ നമ്മളങ്ങനെ പെട്രോൾ അടിച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിക്ക് നല്ലതാണ്, നിങ്ങൾക്ക് നല്ലതാണ്. ഓക്കെ. പിന്നെ കഴിവിൻ്റെ പരമാവധി ആരും ഫുൾ ടാങ്ക് അടിക്കാതിരിക്കുക. പുറത്ത് നല്ല ചൂടാണ്, ഹൈ ടെമ്പറേച്ചറാണ്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മളെ സേഫ്റ്റി നോക്കുക. എപ്പോഴും ഒരു ഹാഫ് ടാങ്ക് അല്ലെങ്കിൽ ഒരു 75% മാത്രം പെട്രോൾ ഫില്ല് ചെയ്യാൻ നോക്കുക. ഓക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ആർക്കെങ്കിലും ഇനി ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി ജസ്റ്റ് നിർത്തിയിട്ട് നിങ്ങൾ ചാവി ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 5-10 സെക്കൻഡ് കഴിഞ്ഞിട്ട് രണ്ടാമത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഈ പെട്രോളിൻ്റെ മീറ്റർ വീണ്ടും പൊന്തി വരും. അതെന്ത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗ്യാസ് പ്രഷറും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സംഭവം വീണ്ടും സെറ്റാവും. ഓക്കെ. ഇപ്പം ഞാനീ പറഞ്ഞ പോലെ പെട്രോൾ അടിക്കാൻ വേണ്ടി പോകുമ്പോൾ ആകെ ഒരു കട്ട ഉണ്ടായിരുന്നുള്ളൂ, 1 കട്ട 2 കട്ട ഉണ്ടായിരുന്നുള്ളൂ. 25 ലിറ്റർ പെട്രോൾ അടിച്ചിട്ടും ഈ സാധനം എന്തുകൊണ്ട് ഡിജിറ്റൽ മീറ്റർ പൊന്തിയില്ല എന്നുള്ളത് ഇനി ടാങ്കിൻ്റെ പ്രശ്നമാണ് എന്താണെന്ന് അറിയില്ലല്ലോ. അപ്പം ഞാൻ മീറ്റർ ചെക്ക് ചെയ്തു, പെട്രോൾ അടിക്കുന്ന മീറ്റർ ചെക്ക് ചെയ്തു, കറക്റ്റ് 50 രൂപയ്ക്ക് 25 ലിറ്ററിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ വണ്ടി ഒന്ന് ഓഫ് ചെയ്തിട്ട് ഒന്ന് ഓണാക്കിയപ്പോൾ സംഭവം ഡിജിറ്റൽ മീറ്റർ കംപ്ലീറ്റ് ക്ലിയർ ആയി. ഇത് ഇങ്ങനെ വരാനുള്ള കാരണം ഇതാണ് സംഭവം. ഓക്കെ. ഈ ടാങ്കിൽ പ്രഷർ നിൽക്കുന്ന ഒറ്റ പ്രശ്നം കൊണ്ടാണ് ഇത് വരുന്നത്. അപ്പോൾ എല്ലാവരും ഇനി അടുത്ത പ്രാവശ്യം പെട്രോൾ അടിക്കുമ്പോൾ ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഓക്കെ, ബൈ.